ഹലോ എവ്രി വൺ, നമ്മളിന്ന് കാണുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കേർട്ടിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഈ ഒരു സ്കേർട്ടിൽ ബെൽറ്റൊന്നും വന്നിട്ടല്ല കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലൊരു സിബ് മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് വെസ്റ്റ് സൈഡിൽ കണ്ടിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ലൈനിങ് വരുന്നൊരു സ്കേർട്ടാണ് കേട്ടോ. അപ്പോൾ ആ ലൈനിങ് പാർട്ടിൽ പോലും സ്റ്റിച്ചൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ റെഡിമെയ്ഡിൽ എങ്ങനെയാണോ വരുന്നത് ആ ഒരു രീതിയിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആയാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോ കാണാം. ഈ ഒരു സ്കേർട്ടിന് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും വരുന്നുണ്ട്. ഇത് ഫ്രണ്ട് പാർട്ടാണ്. ഇതിൻ്റെ ലൈനിങ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെയാണ് വരുന്നത്. ഓപ്പൺ സൈഡ് ഇവിടെയും വരുന്നുണ്ട്. ഓപ്പൺ സൈഡിൽ നമുക്ക് 2 പീസ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നമുക്ക് എത്ര ലെങ്ത്തിലാണോ സ്കേർട്ട് വേണ്ടത് ആ സെയിം ലെങ്ത്തിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ലൈനിങ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ 35 ഇഞ്ചിലാണ് ലൈനിങ് പാർട്ടിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. മെറ്റീരിയലിന് വരുന്ന വീതി 16.5 ഇഞ്ചാണ്. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു 16.5 ഇഞ്ച് നമുക്ക് വന്നിട്ടുള്ളത്. മെറ്റീരിയലിൻ്റെ ഫോൾഡിങ് വരുന്ന ഈ ഒരു സ്ഥലത്തു നിന്നാണ് കേട്ടോ നമ്മുടെ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എവിടെ വെച്ചാണോ സ്കേർട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്ഥലത്തെ റൗണ്ട് മെഷർമെൻറ്റ് എടുക്കുക. എനിക്കിവിടെ 32 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. നല്ല ടൈറ്റായിട്ടാണ് കേട്ടോ അവിടുത്തെ മെഷർമെൻറ്റ് എടുക്കേണ്ടത്. ആ 32 ഇഞ്ച് ഡിവൈഡഡ് ബൈ 4 നോക്കുക. അപ്പോൾ 8 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു 8 ഇഞ്ചാണ് ഞാൻ ഈ ഒരു പോർഷനിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു പോയിൻറ്റിലെ ഓപ്പൺ സൈഡിൽ മുകളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മെറ്റീരിയലിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റുമായിട്ട് ജോയിൻ ചെയ്ത് ഇതുപോലൊരു ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ വേസ്റ്റ് മാർക്ക് ചെയ്ത ഈ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു പോയിൻറ്റും നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു പോയിൻറ്റുമായിട്ട് ജോയിൻ ചെയ്ത് നമുക്കൊരു ഷേപ്പ് വരച്ച് കൊടുക്കാം. എന്നിട്ട് മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള ലൈനിങ് ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് മെയിൻ ഫാബ്രിക്കിൻ്റെ വിഡ്ത്തിനേക്കാളും കുറവാണ് കേട്ടോ. ശരിക്കും രണ്ടും സെയിം വിഡ്ത്തിൽ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ രണ്ടും സെയിം വിഡ്ത്തിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ചില കേസസിൽ മെഷർമെൻറ്റ് എടുക്കുന്നതിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഹിപ്പ് സൈസ് കൂടുതലുള്ളവർ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചെറിയ മെഷർമെൻറ്റിന് വ്യത്യാസം ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് ഞാനിവിടെ കാണിച്ചു തരാം. ഞാനിവിടെ നോർമലി ഞാൻ എടുത്തിട്ടുള്ളത് വേസ്റ്റ് റൗണ്ടിൻ്റെ കുറച്ച് താഴെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. സ്കേർട്ട് അവിടെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ മെഷർമെൻറ്റ്സ് നോക്കിയിട്ടില്ല. ഇനി വയറ് കുറച്ചുള്ളവരുടെ കേസ് പറയുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആ ഒരു ഹിപ്പ് റൗണ്ട് ഉണ്ടല്ലോ അത് കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം മേളിലത്തെ ആ ഒരു സ്റ്റാർട്ടിങ് എവിടെ വെച്ചാണ് നമ്മൾ സ്കേർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ മെഷർമെൻറ്റ് എടുക്കുക. അതിന് ശേഷം അവിടെ നിന്നൊരു താഴേക്ക് 8-9 ഇഞ്ച് താഴേക്ക് ലെങ്ത് നോക്കുക. അവിടുത്തെ മെഷർമെൻറ്റും എടുക്കുക. ഈ ലെങ്ത് നോക്കി മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഈ എടുക്കുന്ന മെഷർമെൻറ്റിന് ഒരുപാട് ടൈറ്റായിട്ട് മെഷർമെൻറ്റ് എടുക്കരുത്. നോർമൽ സൈസിലാണ് ആ ഒരു മെഷർമെൻറ്റ് എടുക്കേണ്ടത്. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് ലൂസും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 4 നോക്കിയിട്ട് ആ ഒരു മെഷർമെൻറ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാനിവിടെ നേരത്തെ മാർക്ക് ചെയ്തതിനേക്കാളും പുറത്തേക്കാണ് ഈ ഒരു ഷേപ്പ് വന്നിട്ടുള്ളത്, കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഷേപ്പ് കുറച്ച് നീങ്ങിയാണ് വരുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അതായത് ഇച്ചിരി വണ്ണമുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാനായാലും ഈ ഒരു രീതിയിൽ കറക്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ സ്കേർട്ട് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുത്തെ മെഷർമെൻറ്റ് എടുക്കാം. അവിടെ നിന്ന് താഴേക്ക് എവിടെയാണോ വണ്ണം കൂടുതലുള്ളത് ആ ഒരു റൗണ്ട് മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് ഏത് സൈസിലും ഈ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് ലൈനിങ് പാർട്ടാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ സെയിം ടു സെയിം ആയിട്ട് ഇവിടെ ബാക്ക് ലൈനിങ് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ മെയിൻ ഫാബ്രിക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലൈനിങ് ഫാബ്രിക്കിനേക്കാളും വീതി കൂടുതലാണ് എൻ്റെ മെയിൻ ഫാബ്രിക്. അതുകൊണ്ട് ഞാൻ ആ മെയിൻ ഫാബ്രിക്കിൽ താഴെ ഫുൾ വിഡ്ത്ത് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ലെങ്ത് എടുത്തപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത്താണ് നമ്മൾ ലൈനിങ് ഫാബ്രിക്കിൽ എടുത്തിട്ടുള്ളത്. മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യുമ്പോൾ ലൈനിങ് ഫാബ്രിക്കിനേക്കാളും 1.5 ഇഞ്ച് ലെങ്ത് കൂടുതൽ എടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. കാരണം 1/2 ഇഞ്ച് മേളിൽ സ്റ്റിച്ച് ചെയ്ത് പോവും. അതുപോലെ 1 ഇഞ്ച് നമുക്ക് താഴെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേണം. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടത്. അതുപോലെ ഈ സൈഡിൽ കാണുന്നുണ്ടല്ലോ അവിടെ ഞാനൊരു 9 ഇഞ്ചിൽ സിപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അതുവരെ ഞാൻ സെയിം ടു സെയിം ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് താഴേക്ക്
എക്സ്ട്രാ ഫാബ്രിക് വീതിയുള്ള സൈഡ് അത്രയും ഞാൻ കൂടുതൽ കൊടുത്തത്. ഈ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വരാതിരിക്കാനായിട്ട് നമ്മളെപ്പോഴും മെയിൻ ഫാബ്രിക്കും ലൈനിങ് ഫാബ്രിക്കും ഒരേ വിട്ടിലെടുത്താൽ വേറെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു പാർട്ടിൽ നമ്മൾ സിബാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് കാണാം. നമ്മളിവിടെ ആദ്യം സിബാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ ഇഷ്ടത്തിനാണ് യൂസ് കൊടുക്കേണ്ടത്. ഞാനിവിടെ അപ്പോൾ ലെങ്ത് ഇവിടെ 9 ഇഞ്ച് മാർക്ക് 12 ഇഞ്ചാണ് ഓപ്പൺ കൊടുക്കേണ്ടതെങ്കിൽ അതും ഇതുപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ സിബിൻ്റെ റോങ് സൈഡിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാനൊരു പ്രഷർ ഫൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻവിസിബിൾ സിബ് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പ്രഷർ ഫൂട്ട് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഒരു കൺഫ്യൂഷനും ഇല്ല, ഒരു ടെൻഷനും ഇല്ലാതെ ഈസി ആയിട്ട് കിട്ടും. ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്തത്, പക്ഷേ എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. മറ്റത് നമ്മൾ രണ്ട് സൈഡിലെയും ഒരു പ്രഷർ ഫൂട്ട് വൺ സൈഡ് പ്രഷർ ഫൂട്ട് യൂസ് ചെയ്താണല്ലോ നോർമലി നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ കിട്ടുന്നതിനേക്കാളും നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ഈ ഒരു പ്രഷർ ഫൂട്ട് യൂസ് ചെയ്ത് ഈ ഒരു സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ പ്രഷർ ഫൂട്ടിനൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സിബിൻ്റെ മുകളിലായിട്ട് വരുന്ന ഈ ഒരു ലോക്ക് ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിലേക്ക് സിബ് കയറില്ല. ആ ഒരു പാർട്ട് നമ്മൾ എവിടെയാണോ സിബ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ നമ്മൾ സ്കേർട്ടിൻ്റെ മെയിൻ ഫാബ്രിക് എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ നല്ല മുകളിലായിട്ട് ഈ ഒരു രീതിയിൽ നമ്മുടെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഉള്ളിലേക്ക് ഇത് വയ്ക്കാനുള്ള ഒരു സ്പേസ് അതിൻ്റെ ആ ഒരു അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്താൽ ഈ ഒരു സിബ് നീങ്ങാതെ കറക്റ്റായിട്ട് ആ ഒരു പോയിന്റിൽ തന്നെ സ്റ്റിച്ച് വീണിട്ടുണ്ടാവും. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. കാണുന്നുണ്ടല്ലോ, ഇതുപോലെ മെറ്റീരിയലിൻ്റെയും സിബിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കാണുന്നുണ്ടല്ലോ, ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. മറ്റത് നമ്മൾ വൺ സൈഡ് ഫൂട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഒരു സിബിനെ നന്നായിട്ട് വലിച്ചിങ്ങനെ വെച്ച് കൊടുക്കണ്ടേ അവിടെ സ്റ്റിച്ച് കറക്റ്റായിട്ട് വീഴാനായിട്ട്. ഇത് അങ്ങനെയൊന്നും ആവശ്യമില്ല. അത് തന്നെ കറക്റ്റായിട്ട് ആ ഒരു പോയിന്റിലൂടെ സ്റ്റിച്ച് വന്നോളും. നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താലും മാത്രം മതി. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, ആ ഒരു സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിബിൻ്റെ വളരെ അടുത്തൂടെയാണ് വന്നിട്ടുള്ളത്. അത് അങ്ങനെ വന്നിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഇത് സിബ് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയും നമുക്ക് കവറായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഇൻവിസിബിൾ സിബിനെ നമ്മൾ ആ ഒരു പ്രഷർ ഫൂട്ടിൻ്റെ ആ ഒരു ഹോളിനകത്തേക്ക് വെച്ച് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ബാക്കി നമുക്ക് നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ അത് കറക്റ്റായിട്ട് സ്റ്റിച്ച് വന്നോളും. നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. വളരെ ഈസിയാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്കത് ലിങ്കിൽ കയറിയിട്ടത് വാങ്ങാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഫൂട്ടിൻ്റെ രണ്ട് സൈഡ് കണ്ടോ, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഒന്ന് റൈറ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്യാനും ഒന്ന് ലെഫ്റ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്യാനും ഉള്ളതാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇവിടെ നമ്മൾ മെയിൻ ഫാബ്രിക്കിലാണല്ലോ ഈ ഒരു സിബ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല വശം ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്കിതുപോലെ ഒരു കട്ടിങ് ഉണ്ടാവും. അവിടെയും രണ്ടിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച ശേഷം കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ലൈനിങ് പാർട്ട് എടുക്കുന്നുണ്ട്. ലൈനിങ് പാർട്ടിൻ്റെയും രണ്ടിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച ശേഷം ഒരു സൈഡ് നമ്മൾ കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റിച്ച് ഇപ്പോൾ ബാക്ക് സൈഡിലാണ് വന്നിട്ടുള്ളത്. ഈ കാണുന്നത് നല്ല വശമാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ കാണുന്ന പോലെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വയ്ക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ, ലൈനിങ് ഫാബ്രിക്കിൻ്റെ ഒരു സൈഡിൽ നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ സ്റ്റിച്ച് സിബ് വെച്ച് സ്റ്റിച്ച് ചെയ്ത ആ ഒരു പാർട്ടായിരിക്കും കേട്ടോ ഇതുപോലെ വരുന്നത്. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ മെയിൻ ഫാബ്രിക്കിൻ്റെ ഒരു സിബ് വെച്ച സൈഡായിരിക്കും നമുക്ക് വന്നിട്ടുള്ളത്. ലൈനിങ് ഫാബ്രിക്കിനെ ഇതുപോലെ വെച്ച ശേഷം നമ്മൾ സിബ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, എവിടെയാണോ സിബ് തുടങ്ങുന്നത് ആ ഒരു പോയിന്റിൽ ആ സിബിനോട് ചേർന്നിട്ട് നമ്മൾ നേരത്തെ ഒരു സ്റ്റിച്ച് അവിടെ സിബിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യരുത്. അതിൻ്റെ വളരെ അടുത്തൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണുന്ന പോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ടും മുകളിലത്തെ പാർട്ടും ഓപ്പോസിറ്റ് സൈഡിൽ സിബ് വരുന്നതിൻ്റെ അതുവരെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്.
ഈ ഒരു പാർട്ട് ഞാൻ സ്പീഡ് കൊടുക്കാതെ കാണിക്കാം കേട്ടോ. കാരണം എന്നാലേ ബിഗിനേഴ്സിനൊക്കെ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ആ സിബ്ബ് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു സൈഡിലേക്ക് സ്റ്റിബ് കൊടുത്തിട്ടുള്ള ആ ഒരു പോയിൻ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വരുന്ന അവിടേക്ക് വന്നിട്ട് ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്നാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടെ ഇതുപോലെ സിബ് വരുന്നു, മേളിലൊന്നും ബെൽറ്റൊന്നും വരുന്നില്ല. ആ ഒരു മോഡൽ കണ്ടപ്പോൾ ഞാൻ അവിടെ ചെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതായിരുന്നു. അങ്ങനെയാണ് എന്നാൽ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. പക്ഷേ ഇത് ഭയങ്കര സക്സസ് ആയി. നല്ല രസമുണ്ടായിരുന്നു ഇട്ട് കണ്ടിട്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ശരിക്കും ഈ വയറിൻ്റെ ആ ഒരു പാർട്ടിൽ മെറ്റീരിയൽ ഇങ്ങനെ ഒരുപാട് കൂടിക്കിടക്കുമ്പോൾ ഉള്ളതിനേക്കാളും ഭംഗി ഇതുപോലെ പ്ലെയിനായിട്ട് വന്നാൽ നല്ല ഷേപ്പ് തോന്നും. അപ്പോൾ കുറച്ചുകൂടെ അത് നല്ലതായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു മോഡൽ നമ്മൾ ട്രൈ ചെയ്തത്. ആ സ്കേർട്ടിലും ഇതുപോലെ ലൈനിങ് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ലൈനിങ്ങിലെ സ്റ്റിച്ച് പോലും പുറത്ത് കാണുന്നുണ്ടായിരുന്നില്ല. നമ്മളും ഇവിടെ സെയിം ടു സെയിം ആയിട്ട് തന്നെയാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു സ്കേർട്ട് എന്ന് പറയുന്നത് പ്ലെയിൻ ഫാബ്രിക്കിൽ കുറച്ച് ലേസ് വെച്ചിട്ടുള്ളൊരു വർക്ക് ഉണ്ടായിരുന്ന ഒരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് 1699 ആയിരുന്നു. ഞാൻ ഈ ഫാബ്രിക് വാങ്ങിച്ചിട്ടുള്ളത് മീഷോ എന്നാണ് കേട്ടോ. 5 മീറ്റർ ഫാബ്രിക്കിന് 356 രൂപയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലും നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാനാണെങ്കിൽ നമുക്ക് അത്രയും എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള മോഡലെല്ലാം വാങ്ങിക്കാൻ പറ്റണം എന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാൻ വില്ലിങ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ സൈസിൽ തന്നെ നന്നായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിനാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ബിഗിനേഴ്സിനാണെങ്കിൽ പോലും ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ആ വേസ്റ്റിൻ്റെ ആ ഒരു പാർട്ട് ഫുൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ആ ഒരു സിബ്ബ് കൊടുത്തതിൻ്റെ ആ ഒരു പാർട്ട് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴേക്ക് ആ ഒരു ലൈനിങ് ഫാബ്രിക്കുമായിട്ട് ചേർത്ത് കാണുന്ന പോലെ ആ ഒരു സിബിൻ്റെ മുകളിൽ നേരത്തെ കൊടുത്തൊരു സ്റ്റിച്ചിൻ്റെ ഒരു ലൈൻ ഉണ്ടാവുമല്ലോ, ആ ഒരു ത്രെഡ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആ ഒരു രീതിയിൽ ഇവിടെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. മേളിലത്തെ പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതും ലൈനിങ്ങുമായിട്ട് ചേർത്താണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് ഫുള്ളും നമ്മൾ ലൈനിങ്ങായിട്ട് കവർ ചെയ്താണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു സിബ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ കുറച്ച് പാർട്ട് നമ്മൾ മുകളിലേക്ക് വെച്ചാണല്ലോ സ്റ്റിച്ച് ചെയ്തത്, അതായി കാണുന്ന പോലെ. അപ്പോൾ ആ കാണുന്ന ഒരു പോയിൻ്റ് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ നല്ല വശം പുറത്തേക്ക് എടുക്കുന്നത്. അത് കാണുന്നുണ്ടല്ലോ, ഇതുപോലെ എക്സ്ട്രാ നിൽക്കുന്ന കുറച്ച് പാർട്ടിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിന് ശേഷം നല്ല വശം പുറത്തേക്ക് എടുക്കാം. കോർണർ പോർഷൻ ഇതുപോലെ നല്ല വശത്തേക്ക് ഒന്ന് നീറ്റാക്കി കൊടുത്ത ശേഷമാണ് നമ്മൾ നല്ല വശം പുറത്തേക്ക് എടുക്കേണ്ടത്. ഈ ഒരു സിബ് നമുക്ക് കറക്റ്റ് ആണല്ലോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സിബ് ഫിക്സ് ചെയ്ത അവിടെ മെയിൻ ഫാബ്രിക്കിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് നമുക്ക് കിടക്കുന്നുണ്ടാവും. അതിനെ കാണുന്ന പോലെ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്ത ശേഷം എക്സ്ട്രാ സിബുള്ളത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന ലൈനിങ് ഫാബ്രിക്കിൻ്റെയും ഇതേ രീതിയിൽ ജോയിൻ ചെയ്യാനുള്ള ആ ഒരു പാർട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഒരു സൈഡിൽ മെയിൻ ഫാബ്രിക്കിൻ്റെ ആ ഒരു സ്റ്റിച്ച് വരുന്ന സൈഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതേ സൈഡിൽ തന്നെ ലൈനിങ് ഫാബ്രിക്കിലും സ്റ്റിച്ച് വരാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു രീതിയിൽ ഫിനിഷ് ചെയ്തെടുത്താലേ ഉള്ളിലത്തെ പാർട്ടിൽ സ്റ്റിച്ചൊന്നും പുറത്ത് കാണാതെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സൈഡും കൂടെ ഫിനിഷ് ചെയ്തെടുക്കാം. വേറെ ഹൂക്കൊന്നും വരുന്നില്ല. ഈ ഒരു സിബ് മാത്രമാണ് കേട്ടോ നമ്മുടെ സ്കേർട്ടിൽ വരുന്നത്. ഇനി ഇതിൻ്റെ ഈ ഒരു മേളിലത്തെ പാർട്ട് നമ്മൾ ഇടുന്ന ടൈമിൽ ചിലപ്പോൾ ലൈനിങ് മുകളിലേക്ക് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മെയിൻ ഫാബ്രിക്കും ലൈനിങ് ഫാബ്രിക്കുമായിട്ട് ചേർത്ത് ഈ കാണുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അടുത്തതായിട്ട് നമുക്ക് താഴെ ഈ ഒരു ലൈനിങ് ഫാബ്രിക്കും മെയിൻ ഫാബ്രിക്കും കാണുന്ന രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഡബിൾ ഫോൾഡ് ചെയ്താണ് എടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മുടെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നല്ല ആ ഒരു ബെൽറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വേറെ നമുക്ക് അങ്ങനെ അവിടെ പ്രശ്നമൊന്നുമില്ല. നല്ല കറക്റ്റായിട്ട് തന്നെ ഇരുന്നോളും. ആ ഒരു സിബ്ബ് മാത്രമാണല്ലോ ഇതിന് വരുന്നത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.